نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയപ്പെട്ട വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അത്തരത്തിൽ അകവും പുറവും ഒരുപോലെ സംശുദ്ധരായിക്കൊണ്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യജീവിതം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും മനസ്സിൽ വിചാരിക്കാറുള്ളത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അവൻ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പേ തന്നെ അത് തുടങ്ങുകയും ഈ ദുനിയാവിലെ മരണത്തിന് ശേഷം അന്ത്യമില്ലാതെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. അതിലെ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ഘട്ടത്തിലാണ് നാം ഇപ്പോൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് കിടക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു കടമ്പ കൂടി നമുക്ക് ബാക്കിയുണ്ട്. ആ കടമ്പ കഴിയുന്ന സമയത്ത്, ആ മരണം നമ്മിലേക്ക് വന്നെത്തുന്ന സമയത്ത് നമ്മുടെ നിലപാട് എന്താണ്, നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മുടെ കർമ്മങ്ങൾ എന്താണ് എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് മൂന്നാമത്തെ ഘട്ടം നാം ജീവിക്കാനുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ചുറ്റുപാടിലും
പെട്ടെന്നുള്ള മരണങ്ങൾ നടക്കുന്ന സമയത്ത് അത് വല്ലാതെ നമ്മെ ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ ഏറെ ചിന്തിപ്പിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. മരണപ്പെടുന്നത് ചെറുപ്രായത്തിലുള്ള നാം ഏറെ ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരാകുകയും ചെയ്താൽ അതങ്ങ് ഉൾക്കൊള്ളുവാൻ നമുക്ക് വലിയ പ്രയാസമുണ്ടാകാറുണ്ട്. എന്നാൽ പലപ്പോഴും അത്തരം മരണവാർത്തകൾ നാം കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്കും ഏതു സമയത്തും വേണമെങ്കിലും ആ മരണം കടന്നു വരാമെന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളിൽ പലരിലും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ മരണവാർത്ത കേൾക്കുന്ന സമയത്ത് അതെനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു പക്ഷേ ഈ സമയത്ത് അല്ലെങ്കിൽ നാളെ നമ്മളും മരണപ്പെട്ടു പോകാമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കാത്ത ഒന്ന് അത് മരണമാണ്. അത് ഏത് സമയത്ത് കടന്നു വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യവും അതുതന്നെയാണ്. ആ മരണം നമ്മുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു ദിവസം കടന്നു വരുമെന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവുമില്ല. എന്നാൽ ആ മരണം എന്നെത്തുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ നിലപാടുകൾ എന്താണ് എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും നമ്മെ മാറ്റിത്തിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ചില ആളുകളുണ്ട്, അവരുടെ അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫവല്ലദി നഫ്സി ബിയദിഹി ഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഉൻ ഫയസ്ബിഖു അലൈഹിൽ കിതാബ്. അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറയുകയാണ്, തീർച്ചയായും ചില ആളുകളുണ്ട്, അവർ അവരുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ സ്വർഗത്തിലേക്ക് ഒരു മുഴം മാത്രം ബാക്കി നിൽക്കെ അവൻ്റെ രേഖ അവനെ മുൻകടക്കുകയും അങ്ങനെ ഫയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഫയദ്ഖുലഹ, അങ്ങനെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവൻ നരകാവകാശികളുടെ പ്രവർത്തനം ചെയ്യുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ മറ്റു ചില ആളുകളുണ്ട്, വഇന്ന അഹദകും ലയഅമലു ബിഅമലി അഹ്ലിൻ നാർ ഹത്താ മാ യകൂനു ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഉൻ. എന്നാൽ ചില ആളുകൾ അവർ ജീവിതത്തിൽ മുഴുവനും നരകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ഫയസ്ബിഖു അലൈഹിൽ കിതാബ്, അങ്ങനെ അവരുടെ രേഖ അവനെ മുൻകടക്കുകയും ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന ഫയദ്ഖുലഹ, അങ്ങനെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അവൻ സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, വഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം, മനുഷ്യരുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കുന്നത് അവൻ്റെ അന്ത്യം പരിഗണിച്ചു കൊണ്ടാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി ധീരമായി യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധം ചെയ്യുന്നത് കണ്ടുകൊണ്ട് സഹാബത്തിൽ പെട്ട ചിലർ അദ്ദേഹം ഷഹീദാകും, സ്വർഗം നേടുമെന്ന് പറയുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അത് തിരുത്തുകയാണ്. അദ്ദേഹം നരകാവകാശികളിൽ പെട്ടവനാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേട്ട സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ അവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരവസ്ഥ ആ മനുഷ്യന് വരാനുണ്ടായ കാരണമെന്ന് അവർക്ക് അത്ഭുതം തോന്നി. അങ്ങനെ ആ മനുഷ്യനെ ഇങ്ങനെ ആ യുദ്ധത്തിൽ നിരീക്ഷിക്കുന്ന സമയത്ത്
ആ മനുഷ്യൻ ധീരമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വെട്ടേൽക്കുകയും അതിൽ ഭയങ്കരമായ വേദന അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരികയും അത് സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ വാള് നിലത്ത് കുത്തിവെച്ചുകൊണ്ട് അതിലേക്ക് എടുത്തു ചാടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഓടി വന്നുകൊണ്ട് പറയുന്നുണ്ട്, അശ്ഹദു അന്നക മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ദൂതനാണ് താങ്കളെന്ന് സാക്ഷ്യം വഹിക്കുന്നുവെന്ന് ആ സ്വഹാബി പറയുകയാണ്. എന്നിട്ട് ഈ ഉണ്ടായ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നാം ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് എത്ര കണ്ട് നന്മകൾ ചെയ്താലും നാം മരിക്കുന്ന സമയത്ത് നാം ഏത് നിലപാടിലാണ്, ഏത് അവസ്ഥയിലാണ് എന്നുള്ളത് ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ പരലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തരുന്നത്. ഇതുപോലെ പലരെയും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്ത് മുസ്ലിമായി ജീവിക്കുകയും പിന്നീട് സ്വയം ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ്, എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അത്തരമൊരു മരണം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ദീനിൽ നിന്ന് പുറത്തായിക്കൊണ്ടൊരു മരണം നമുക്ക് സംഭവിച്ചാൽ അവന് നരകം ഉറപ്പാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, വമൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിറുൻ ഫഉലൈക ഹബിതത് അഅ്മാലുഹും ഫിദ്ദുനിയാ വൽ ആഖിറ വഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ആരെങ്കിലും ഈ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും അങ്ങനെ കാഫിറായിക്കൊണ്ട് അവൻ മരണമടയുകയും ചെയ്താൽ ഫഉലൈക ഹബിതത് അഅ്മാലുഹും ഫിദ്ദുനിയാ വൽ ആഖിറ, പടച്ച റബ്ബ് പറയുകയാണ്, അവൻ ഈ ദുനിയാവിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു നിഷ്ഫലമാക്കി കളയും, അതെല്ലാം പൊളിച്ചു കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുർഗതി നമുക്ക് വരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നാം ഇസ്ലാമിന് വേണ്ടി, അതല്ലെങ്കിൽ സ്വർഗം നേടാൻ വേണ്ടി ജീവിക്കുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും എന്നിട്ട് മരണമടയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ദുർമരണം നമുക്ക് സംഭവിക്കാതിരിക്കാൻ, അത്തരം ഒരു ദുർഭാഗ്യവാന്മാരിൽ പെടാതിരിക്കുവാൻ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഈ ഒരവസ്ഥയെ നാം പേടിക്കേണ്ടതുണ്ട്. അതായത് മരണമടയുന്ന സമയത്ത് മോശമായ മരണം നമുക്ക് വരുന്നതിനെ തൊട്ട് നാം ഭയപ്പെടേണ്ടതുണ്ട്. ഈ അവസ്ഥയെ പേടിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു മുൻഗാമികളെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സുഫിയാൻ സൗരി റഹിമഹുള്ളയെ പറ്റി ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചില കുടുംബക്കാർ കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അദബിക്ക് അദ്ദുനൂബ്, പാപങ്ങളെ ഓർത്തിട്ടാണോ താങ്കൾ കരയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടി, അദ്ദുനൂബു അഹ്വനു അലയ്യ മിൻ ഹാദി വ അശാറ ഇല ഇന്നമ അഖാഫു സുഅൽ ഖാത്തിം. അദ്ദേഹം ഈ ആയത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ ആയത്ത് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, സുഉൽ ഖാത്തിമിനെയാണ് ഞാൻ പേടിക്കുന്നത്, മോശമായ അന്ത്യത്തെയാണ് ഞാൻ പേടിക്കുന്നതെന്ന് പറയുകയാണ്. നമ്മൾ മുമ്പ് ഓതി വെച്ച വമൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിറുൻ ഫഉലൈക ഹബിതത് അഅ്മാലുഹും ഫിദ്ദുനിയാ വൽ ആഖിറ എന്ന ആയത്ത് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ മുൻഗാമികൾ ഈ അവസ്ഥയെ പേടിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ നമുക്കും അത്തരം ഒരു പേടി, ഒരു ഭയം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ജീവിതത്തിൽ സ്വർഗം ലഭിക്കുവാൻ വേണ്ടി ജീവിക്കുകയും പിന്നീട് ഇത്തരം ഒരു ദുർമരണം നമുക്ക് വരുന്നതിനെപ്പറ്റി നിരന്തരമായി പേടിക്കുകയും വേണം. ഈ ദുനിയാവിൻ്റെ പിന്നാലെ ഓടുന്ന സമയത്ത് പരലോകത്തെ മറന്നു കളയാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് വേണ്ടത് ഇസ്തിഖാമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറയുകയും പിന്നീട് നേരാമണ്ണം നിലകൊള്ളുകയും ചെയ്തവരാരോ
അവരുടെ അടുക്കൽ മലക്കുകൾ വരികയും ഇപ്രകാരം പറയുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അവരോട് മലക്കുകൾ പറയുമെന്ന്, അവർ മരണമടയുന്ന സമയത്ത് മലക്കുകൾ പറയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ രണ്ടാമതായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എൻ്റെ റബ്ബാണെന്ന് പറയുകയും മാത്രമല്ല, അതിൽ അടിയുറച്ചു നിൽക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഥാവിധി ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം ശരിയായിരിക്കണം എന്നുള്ളതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു വാക്കല്ല, മറിച്ച് ഈ വാക്ക് പറയണമെങ്കിൽ ജീവിതത്തിലുടനീളം ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ പങ്കു ചേർക്കാതെ ജീവിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ആ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് മരിക്കാനാവൂ എന്നുള്ളതാണ്. ജീവിതത്തിൽ ആ തൗഹീദിന് എതിരായുള്ള ഒരു പ്രവർത്തനവും നമ്മിൽ നിന്ന് വന്നു പോകരുത് എന്നുള്ളതാണ്. എങ്കിൽ മരണമടയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണമടയുവാനും നല്ല മരണം വരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. നാലാമതായിക്കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് സൽക്കർമ്മങ്ങൾ പതിവാക്കണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ നിങ്ങൾ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കുകയും ചെയ്യരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഅബ്ദുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമടയുന്നതുവരെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നീ ജീവിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം സൽക്കർമ്മങ്ങളുമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഒരു മുസ്ലിമിൻ്റെ ജീവിതം എങ്ങനെയാകണമെന്നുള്ളത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചതാണ്. അതിൽ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്മുടെ നമസ്കാരങ്ങളാണ്. അതൊരിക്കലും വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല ആ കാര്യത്തിൽ. കാരണം പലപ്പോഴും യുവാക്കളിൽ കണ്ടുവരാറുള്ള ഒന്നാണ് നമസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കാതിരിക്കുകയും പിന്നീട് അത് ഖളാ വീട്ടുന്നൊരു സമ്പ്രദായം. പക്ഷേ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഇളവ് നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണമെന്നുള്ളതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇളവ് തന്ന സന്ദർഭങ്ങളാണ് മറന്നു പോവുകയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ പെട്ടുപോവുകയോ ചെയ്യുക എന്നുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ ഓർമ്മ വരുന്ന സമയത്ത് ഉടനെ തന്നെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെയും അത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരു ഇളവും നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ആ നമസ്കാരം ശരിയായാൽ നാം രക്ഷപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു ഫഇൻ സലുഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിറ. ഒരു അടിമയെ പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വിചാരണ ചെയ്യുന്നത് അവൻ്റെ നമസ്കാരങ്ങളെ പറ്റിയാണെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവൻ നല്ല രീതിയിലാണ് ആ ചോദ്യത്തിന് മറുപടി നൽകിയതെങ്കിൽ അവൻ രക്ഷപ്പെട്ടു, അവൻ സുരക്ഷിതനായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ അതിൻ്റെ കാര്യത്തിൽ മോശമായാൽ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലും ദുർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലും ഉൾപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നിരന്തരമായിക്കൊണ്ട് ദിക്റുകളിൽ മുഴുകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകിട്ടും ഒരുപാട് ദിക്റുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പലർക്കും അതിന് സമയമില്ല എന്ന തരത്തിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ശ്രദ്ധിക്കേണ്ടത് ഒരു 10-15 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരുപാട് ദിക്റുകളുണ്ട്.
അതിൻ്റെ ഒരുപാട് ആപ്പുകളൊക്കെ എല്ലാം ഇന്ന് നമ്മുടെ മൊബൈലുകളിൽ ലഭ്യമാണ്. അത്തരം ദിക്റുകൾ നിരന്തരമായി ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ എല്ലാ സമയവും അള്ളാഹുവിനെ ഓർത്തിരുന്നതായി സഹാബത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി. എല്ലാ സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നവനും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ജീവനുള്ളവനും മരണം സംഭവിച്ചവനെ പോലെയുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അതുപോലെ തന്നെ തഹജ്ജുദ് നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ സുജൂദിലുള്ള ഇസ്തിഗ്ഫാറുകൾ, ഇതെല്ലാം നിരന്തരമായി വർദ്ധിപ്പിക്കുവാനും ജീവിതത്തിൽ എല്ലാ സമയത്തും മുറുകെ പിടിക്കുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു അവസ്ഥ വരാതിരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്നാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖുർആനിൽ വന്ന മറ്റു പല പ്രാർത്ഥനകളും നമുക്കറിയാം. അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് വഅഊദു ബിക അൻ യതഖബ്ബതനി അശ്ശൈത്വാൻ ഇൻദൽ മൗത്ത്. മരണം സംഭവിക്കുന്ന സമയത്ത് എന്നെ പിശാച് റാഞ്ചിക്കളയുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിൽ. അതുകൊണ്ട് ആ പ്രാർത്ഥനയും ജീവിതത്തിൽ എല്ലാ സമയത്തും അതല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആയുധമെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് അത്തരം ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചാൽ നല്ലൊരു മരണം കൈവരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇല്ലാത്ത പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതുപോലെ കാഫിറായിക്കൊണ്ട് മരണമടയുകയും ഈ ദുനിയാവിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി മാവുകയും ചെയ്യുമെന്നുള്ളത് നാം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നല്ല മരണം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഊസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ ജീവിതം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്തിനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണോ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചതെന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ജീവിതത്തിൽ, ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ പിന്നാലെ പോകുന്ന സമയത്ത്, ഈ ദുനിയാവിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി ഓടുന്ന സമയത്ത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തു മആരിജിലൂടെ, തനസ്സലുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നിൽക്കുന്ന ദിവസത്തിൻ്റെ
ദൈർഘ്യം ഈ ആയത്തിലൂടെ നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത് 50 അൽഫസന എന്ന്, 50,000 വർഷം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിച്ചത്. ആലോചിച്ച് നോക്കുക, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് വെറും 50, 60, 70 അതല്ലെങ്കിൽ 90 വർഷങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങളുടെ വിചാരണ നടക്കുവാൻ വേണ്ടി മരണത്തിന് ശേഷം ഹിസാബിൻ്റെ ദിവസം നമുക്ക് നിൽക്കാനുള്ളത് 50,000 വർഷമാണ്. നാം പാഴാക്കി കളയുന്നത് വെറും 60, 70 വർഷത്തിലെ സുഖങ്ങൾക്ക് മാത്രമാണെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് വിചാരണ ചെയ്തു നോക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ, ആ പരലോകത്ത് വിജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതല്ല അത് പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുനാഫിക്കിലൂടെ ഒരു വല്ലാത്ത സംഭവം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. ഏ മനുഷ്യരെ, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക. ഖബ്ല അൻ യഅതിയകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണമെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അത് ചിലവഴിച്ചു കൊള്ളുക എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയതിന് ശേഷം അള്ളാഹു വല്ലാത്തൊരു വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. ഈ ദുനിയാവിൽ അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാതെ കടന്നുപോയ മനുഷ്യൻ മരണമെന്നെത്തുന്ന സമയത്ത് അവൻ പറയുന്ന വല്ലാത്തൊരു വാക്കുണ്ട്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരു കുറച്ച് സമയമെങ്കിലും, ഒരു അടുത്ത നിമിഷം വരെയെങ്കിലും എൻ്റെ ജീവിതം ഒന്ന് നീട്ടിത്തന്നിരുന്നെങ്കിൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സ്വതക്ക ചെയ്തുകൊണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാമെന്ന് അവൻ അള്ളാഹുവിനോട് കെഞ്ചി പറയുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ അള്ളാഹു പറയുന്ന മറുപടി മറ്റൊന്നാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അള്ളാഹു പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ, ഒരു നഫ്സിൻ്റെ അജല് അവധി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഒരു നിമിഷം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിക്കുകയില്ല, നീട്ടിക്കൊടുക്കുകയില്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വന്നെത്തുന്ന സമയത്ത് ഇത്തരമൊരു വർത്തമാനം നാം പറയാൻ ഇടയാകുമോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം മരണങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്നെത്തുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുമോ? നാം ചിന്തിച്ചു നോക്കുക. പല ചെറുപ്പക്കാരും ആക്സിഡൻറ്റുകളായിട്ടും മറ്റും മരണപ്പെടുന്ന സമയത്ത് നാം അത്ഭുതപ്പെടാറുണ്ട്. അത്തരമൊരു മരണം അടുത്ത നിമിഷം നമ്മിലേക്ക് കടന്നു വന്നാൽ നാം ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് ഒരു പ്രാവശ്യമെങ്കിലും ഏറ്റുപറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ കണ്ണുനീര് കൊണ്ട് അതിനെ തുടച്ചു കളയാനുള്ള ശ്രമം നാം നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് വിചാരണ ചെയ്തു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല മരണം ഉണ്ടാകുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹ്, അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ. അള്ളാഹ്, അവരെ പൂർണ്ണ ആരോഗ്യത്തോടെ നീ തിരിച്ചു കൊണ്ടുവരണേ. അള്ളാഹ്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരന്മാർ, അവരുടെ ഖബറും നീ വിശാലമാക്കണേ. അവരെയും ഞങ്ങളെയും നിന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار
اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.